ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയകട ജംഗ്ഷനാണ്. ഈ പഴയകട ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നെയ്യാറ്റിൻകര പൂവാർ റൂട്ടാണ്. അങ്ങോട്ട് പോയാൽ പൂവാറാണ്, ഇങ്ങോട്ട് പോയാൽ നെയ്യാറ്റിൻകരയാണ്. കുറേ നാളായി ഇങ്ങനെ ചിന്തിക്കുന്നത്, നമ്മളെപ്പോഴും സിറ്റി കിടന്നും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ ആയിട്ടാണല്ലോ ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചു, നല്ലൊരു പക്ക ഗ്രാമത്തിലോട്ട് പോയിക്കൂടാ. ശരിക്കും ഇത് നല്ലൊരു ഗ്രാമമാണ്, പക്ക ഗ്രാമം തന്നെ. കാരണം ഞാനിവിടെ വന്നിറങ്ങി, നമ്മുടെ ക്രൂ എല്ലാവരുമായിട്ട് വാനിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ എന്താ പറയുക, ശരിക്കും എന്തോ ഒരു ഭീകര സത്യത്തിൽ കണ്ടൊക്കെ പോലെയാണ് നോക്കിയത് എന്നെ. ബാക്കിയെല്ലാം നല്ല അത്ഭുതത്തോടു കൂടിയും ആൾക്കാർ ക്രൗഡ് ശരിക്കും കൂടുകയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ശരിക്കും സിറ്റിയിൽ നിന്ന് വിട്ടു. ഇത് പക്ക ഗ്രാമം തന്നെയാണ്. ഇവിടെ ഒരു 35-40 വർഷമായിട്ട് ഒരു പഴയ നടത്തിക്കൊണ്ട് പോകുന്നൊരു കടയുണ്ട്, ബിന്ദു ഹോട്ടൽ. ഞാനിപ്പോൾ ഏകദേശം അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടുന്ന, സിറ്റി കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയും കിട്ടും. എന്നാൽ ഇവിടുത്തെ പല ഫുഡുകൾക്കും ബാക്കി എല്ലാത്തിനും നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇവിടെ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. ചേട്ടാ നമസ്കാരം, എന്താ പേര് ചേട്ടൻ്റെ? കുമാർ. കുമാരേട്ടാ, അപ്പോൾ കുമാരേട്ടൻ എത്ര നാളാണ് ഇവിടെ? 2 വർഷമായല്ലേ? വേണ്ട, നമ്മുടെ സിറ്റിയിൽ സാധാരണ നാടൻ പൊറോട്ടടിയല്ലേ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തും ഇങ്ങനെ ഇരുന്ന് പൊറോട്ട അടിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൻപുറത്തും ഇങ്ങനത്തെ കടകൾ ഇപ്പോൾ കാണാനേ ഇല്ല, എല്ലാം നിർത്തിക്കൊണ്ട് പോരുകയാണ് പലപ്പോഴും. അവിടെ ചായ അടിക്കുന്നുണ്ട്. ചേട്ടാ നമസ്കാരം, എന്താണ് പേര്? ശ്രീകുമാർ. അപ്പോൾ ഇത് ശ്രീകുമാരേട്ടൻ എത്ര നാളായി? 1.5 വർഷം. ഒരു ചായ എനിക്കോ മധുരം കൂട്ടി സ്ട്രോങ് 1 വർഷമായിട്ടല്ലേ? ഇതുണ്ട് നമ്മൾ നോക്ക് പണ്ട്, അതായത് ഇത് നേരത്തെ ഉണ്ടായ കാര്യം തന്നെയല്ലേ? നേരത്തെ ഉള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴും. മറ്റേ എന്താ വെള്ളം ചൂടാക്കുന്നതും പാലും എല്ലാം പഴയത് ഇതേ ഉണ്ട്, കൽക്കരിയിൽ കത്തിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചേട്ടാ ചായ അടിക്കേണ്ട, അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ആൾക്കാർ അപ്പുറത്തും വിളിച്ച് പറഞ്ഞിട്ട് നല്ല ചായ വിടും, നല്ല ചായ വിടുന്നു. ശരിക്കും അതാണ് ഗ്രാമത്തിൻ്റെ ഒക്കെ ശരിക്കും മനസ്സ് ശുദ്ധമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തോട്ട് വരുമ്പോഴും ശരിക്കും എല്ലാത്തിൻ്റെയും വ്യത്യാസങ്ങൾ കാണാം. നല്ല ഗ്രാമത്തിലോട്ട് വന്ന് കവറുപാലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പശുവും പാലിലൊക്കെയാണ് നല്ല ചായ കൊടുക്കുന്നത്. ബാക്കിയുള്ള വിഷയം നമുക്ക് ഉള്ളിലേക്ക് കയറാം. അവിടെ നമ്മുടെ കടയുടെ മുതലാളിയുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇതാണ് രാജൻ ചേട്ടാ, ബാക്കി പൈസ. രാജൻ ചേട്ടൻ്റെയാണ് നമ്മുടെ കട. ചേട്ടാ നമ്മൾ ശരിക്കും എത്ര നാളായി നമ്മുടെ കട? 35 വർഷത്തിലധികമായല്ലേ? ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞാർന്ന് ചേട്ടൻ എന്തോ പൊന്നാട അണിയിക്കലോ അങ്ങനെ എന്തൊക്കെയോ എന്തിൻ്റെ ആയിരുന്നു? ഓ, നമ്മുടെ കട പഴക്കത്തിൻ്റെ ചേട്ടനാണല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ശരിക്കും ആ പഴമ തന്നെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? എന്തുകൊണ്ടാണ്? മറ്റൊരു തൊഴിലിലേക്ക് ഇനി നമുക്കൊണ്ട് പറ്റില്ല, പ്രായങ്ങളൊക്കെ തെറ്റി. അതുകൊണ്ടല്ല, തൊഴിലിലേക്ക് കിടക്കണല്ലേ ഏട്ടാ ഉദ്ദേശിച്ചത്. ഇത് ശരിക്കും ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ അറിഞ്ഞതും വാഴയിലയിൽ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞു. എല്ലാം അതിൽ തന്നെ, അടുപ്പാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, വിറകിൽ തന്നെ കത്തിക്കുന്നത്, എല്ലാം അതുപോലെ തന്നെയല്ലേ നമ്മുടെ ഗ്രാമത്തിൻ്റെ എല്ലാം അതേ തന്നെ. അപ്പോൾ ഇവിടെ ആരൊക്കെയാ? ചേട്ടൻ്റെ കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് ചേട്ടൻ മാത്രമേ ഉള്ളൂ? മകനുണ്ടല്ലേ? ഇവിടെ ഉണ്ടോ ചേട്ടൻ? വീടും അടുത്ത് തന്നെയാണല്ലേ? തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ 35-40 വർഷമായിട്ട് 35 വർഷത്തിലധികം ഉണ്ട് അല്ലേ? ജംഗ്ഷനിൽ തന്നെ. അപ്പോൾ ഇതല്ലാണ്ട് വേറെ കടയുണ്ടോ? ഇല്ല. അങ്ങനെയല്ലേ? ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കിയാൽ കാണാം പണ്ടത്തെ കോയിൻസും 2 രൂപ 1 രൂപ നോട്ടും 10 പൈസയും അണയും എല്ലാം കാണാം. ഇതിൻ്റെ കളക്ഷൻ ഉണ്ടാവോ ചേട്ടന്? കളക്ഷൻ ഇല്ല, വെറുതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കടയിലെ ഏറ്റവും സ്വാദേറിയ ഭക്ഷണം എന്താ? ഞങ്ങൾക്ക് ഇവിടെ നാടൻ കോഴി തോരൻ എന്ന് പറഞ്ഞ് ഒരു ഐറ്റം അവിടെ ചെയ്യുകയാണ്. നാടൻ കോഴിത്തോരൻ പണ്ടേ തൊട്ടുള്ള തന്നെ? പണ്ടുള്ളതല്ല, ഒരു 8 വർഷത്തിനകത്തുള്ളതാണ്. 8 വർഷത്തിനകത്തുള്ള തോരൻ അതേ ഉള്ളൂ. നാടൻ കോഴിയാണ്? അതെ, നാടൻ കോഴി. അതിപ്പോ നമ്മൾ പോയി വാങ്ങിക്കാണോ അതോ വളർത്തുന്നതാണോ? വാങ്ങുന്നത് മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുകയാണ്, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ജീവനോട് കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, അപ്പൊ നാടൻ കോഴി തോരനാണ് മെയിൻ. അതെ. പിന്നെ മറ്റു പലഹാരങ്ങളെല്ലാം ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. പൊറോട്ട, പിന്നെ ഊണ്.
ഊണ് പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേറ്റിലല്ല കൊടുക്കുന്നത്, ഇലയിലാണ്, വാഴ ഇലയിലാണ് കൊടുക്കുന്നത്. അത് സദ്യ കൊടുക്കുന്നത്, ഊണ് കൊടുക്കുന്നത് വാഴ ഇലയിൽ തന്നെയാണ്. എല്ലാം വാഴയില തന്നെ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ രാവിലെ എത്ര മണിക്ക് നമ്മൾ ഇത് കട തുറക്കുമ്പോൾ 5:30 മണിക്ക് തുടങ്ങും. കാരണം ഗ്രാമപ്രദേശമാണ്. ഈ കൂലിപ്പണിക്കാരൊക്കെ വന്നിട്ട് ചായ അടിക്കാനൊക്കെ വരും. ഇങ്ങനെ നമ്മുടെ ഇവിടെ ഗ്രാമപ്രദേശങ്ങൾ എപ്പോഴും നമ്മുടെ പല ഇപ്പൊ അധികം കടയില്ല, ഉള്ള കടകളെല്ലാം നേരത്തെ തുറന്ന് വൈകി അടയ്ക്കണ ഒരു ഇതുള്ളതാണ് ശരിക്കും പറയാം. ഇപ്പൊ നാട്ടിലോട്ടൊക്കെ അതായത് ടൗണിലോട്ടൊക്കെ പോയി കഴിഞ്ഞാലും എന്താ നേരത്തെ അല്ല വൈകി തുറക്കും, നേരത്തെ അടയ്ക്കും, പിന്നെ വൈകുന്നേരത്തെ ഒരു സെറ്റ് തുറപ്പ്, ഇത് അങ്ങനെ ലൈവായിട്ട് ഒരു 10:30 മണി വരെ. 10:30 മണി വരെ രാവിലെ. ഇവിടെ എപ്പോഴും നമ്മൾ തട്ടുകട മോഡലാണ്. എപ്പോഴും നല്ല ചൂട് സാധനം ചൂടായിട്ട് കൊടുത്തോണ്ടിരിക്കും. ഫ്രണ്ടിൽ വെച്ച് ആള് കാണത്തക്ക രീതിയിൽ കൊടുക്കും. പിന്നെ പൊറോട്ട കണ്ട നല്ല തൂവാല കണക്കിന്. പിന്നെ എന്നിട്ട് വൈകുന്നേരം കോഴി പൊരിക്കുന്നതും പുറത്ത് വെച്ചാണ്, ഇവർക്ക് കാണത്തക്ക രീതിയിലുള്ള എല്ലാവരും കാണിച്ചോണ്ട് അത് അവർക്ക് ഇതിവിടെ ഫ്രണ്ടിൽ വെച്ചായതുകൊണ്ട് അവർക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ്. പഴയ ചായക്കടയാണെങ്കിലും നമ്മൾ ഫാസ്റ്റ് ഫുഡ് എല്ലാം അറേഞ്ച്മെന്റ്. പക്ഷെ ചായ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കൊടുക്കുന്നത് അവരിതെല്ലാം നിൽക്കും നമ്മുടെ നാവില്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ചേട്ടാ നമുക്ക് നമ്മുടെ ഇന്ന് എന്താ ഉണ്ടായി തരാൻ പോകുന്നത്? ഇന്നിപ്പോ ഞങ്ങൾ നിങ്ങളെ ഉപയോഗിച്ച് ഈ തോരൻ, നാടൻ കോഴിത്തോരൻ ഞങ്ങൾ ശരിയാക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ട നാടൻ കോഴിത്തോരൻ ഇപ്പൊ ഉണ്ടാക്കി തരും ചേട്ടൻ. നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതെ. പിന്നെ ഇതെന്റെ മകനാണ്. അപ്പൊ ഇത് ചേട്ടൻ പേരെന്താണ്? ഷാജി. ചേട്ടൻ മിലിറ്ററിക്കാരൻ, എക്സ് മിലിറ്ററി ആളാണ്. പുള്ളിക്കാരനും കൂടി വന്നിട്ട് നമ്മുടെ മകളാണ്. പേരെന്താ മോളെ? വൈശാലി അല്ലേ? എത്ര പഠിക്കുക? 5 ഒറ്റ മോളൂ ആണല്ലേ? 10 ഓക്കെ. അപ്പൊ എക്സ് മിലിറ്ററി ആണ് പുള്ളി. ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒപ്പം ഒന്നും കൂടിയൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ചിക്കൻ കോഴിയിലേക്ക് കണക്കാം. എന്തായാലും നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ചൂട് വട എല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും കനലിലാണോ നമ്മളെ? അതെ, കനലിൽ തന്നെ ഇട്ട് ചൂടാക്കി വെച്ചോണ്ടിരിക്കും. അത് മുരിഞ്ഞോളാ. അടുപ്പിലാണ് ഫുള്ള് നമ്മൾ. അതെ, അടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. ഈ ഒരു അടുപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക്? അല്ല, അകത്തോട്ടുണ്ട്. അകത്തെല്ലാം അവിടെയാണ് പണി. ഇത് നോക്കിയേ, അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ട് കിടക്കുകയാണ്.